നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മലയാളത്തിലെ പ്രശസ്തമായ ഒരു വിതരണ കമ്പനിയായിരുന്നു ഒരു കാലത്ത് ഡെന്നി ഫിലിംസ്. ഡെന്നി ഫിലിംസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു പിന്നീട് വലിയ നിർമ്മാതാവും വിതരണക്കാരനുമായി മാറിയ ജൂബിലി ജോയ് തോമസ്. ഡെന്നിയിലെ ഒരുപാട് സിനിമകൾ തിരുവനന്തപുരത്ത് പല തിയേറ്ററുകളിലും വന്നത്, റെപ്രസെൻ്റ് ചെയ്ത് വന്നത് ജൂബിലി ജോയ് തോമസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സമകാലികനായിരുന്നു ആലപ്പുഴക്കാരനായ ഒരു പാപ്പച്ചൻ. ജൂബിലി ജോയ് തോമസ് ജൂബിലി ഫിലിംസൊക്കെ ഉണ്ടാക്കി ന്യൂഡൽഹി അടക്കമുള്ള വലിയ വമ്പൻ പടങ്ങൾ നിറക്കൂട്ടൊക്കെ എടുത്ത് ഇങ്ങനെ വലിയ നിർമ്മാതാവും വിതരണക്കാരനുമായി മാറി. പാപ്പച്ചൻ ഇതൊക്കെ മതിയാക്കി, റെപ്രസെൻറ്റേറ്റീവ് പണിയൊക്കെ മതിയാക്കി വിജയ മൂവീസിൻ്റെ മാനേജരായി മാറി. അപ്പോൾ വിജയ മൂവീസിൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസ് ഞങ്ങളുടെയൊക്കെ സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്ന കുറേ ചെറുപ്പക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു. ഫോണും വണ്ടിയും ഒന്നും ഇല്ലാത്ത കാലമല്ലേ. എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ വിജയ മൂവീസിൻ്റെ ഓഫീസിൽ വരാൻ പറയും. പാപ്പച്ചൻ്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കും. വിജയ മൂവീസിൽ നിന്ന് പാപ്പച്ചൻ വിജയ മൂവീസ് നിർമ്മാണവും വിതരണവും ഒക്കെ കുറച്ച് നിർത്തിയപ്പോൾ മുദ്ര ഫിലിംസിൻ്റെ മുദ്ര ശശിയുടെ ഗുരുവായൂരുകാരൻ മുദ്ര ശശിയുടെ മാനേജറായി മാറി. അതും ഇത് തന്നെയാണ് ഓഫീസ്. താഴെ ചക്രവർത്തിനിയൊക്കെ എടുത്ത ഒരു പാപ്പച്ചൻ ഉണ്ടായിരുന്നു, പിന്നീട് കാവടിയാട്ടം എടുത്ത ആ പാപ്പച്ചൻ്റെ ഓഫീസ് റൂമും താഴെയാണ്. അപ്പോൾ മുകളിൽ പാപ്പച്ചൻ്റെ മുദ്ര ഫിലിംസിൻ്റെ ഓഫീസിലിരുന്ന് ചർച്ച ചെയ്തതാണ് താഴത്തെ വിതരണ കമ്പനി നടത്തുന്ന ആ വിതരണ കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഒരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നറിയുന്നത്. ആരോ പറയുന്നു ഇദ്ദേഹം സിനിമ എടുക്കണമെങ്കിൽ പാദമുദ്ര സംവിധാനം ചെയ്ത് ആർ സുകുമാരൻ വിചാരിച്ചാൽ നടക്കുക. അങ്ങനെ ഒരു ദിവസത്തെ ചർച്ചയിൽ അനിയനും പാപ്പച്ചനും എല്ലാം കൂടി എന്നോട് പറയുന്നു, ദിനേശും ആർ സുകുമാരൻ സാറും കൂടെ നല്ല ബന്ധമല്ലേ? ഞാൻ പറഞ്ഞതെ ഒന്ന് സംസാരിക്കുമോ എന്നിട്ട്. അങ്ങനെ ഞാൻ സുകുമാരൻ സാറിനെ പോയി കണ്ടു. സാറേ, ഇങ്ങനെ ചക്രവർത്തിനെയൊക്കെ എടുത്ത പാപ്പച്ചൻ സാറിൻ്റെ സുഹൃത്താണല്ലോ, അദ്ദേഹം ഒരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു, സാറിന് താല്പര്യമില്ല, അതൊരു ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാമോ? അപ്പോൾ സുകുമാരൻ സാർ വിചാരിച്ച് എനിക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു എനിക്കല്ല, ഹരികുമാറിൻ്റെ ലെനിൻ രാജേന്ദ്രൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിരുന്ന അനിയൻ എന്ന് പറഞ്ഞ ആളുണ്ട്, ചന്ദ്രൻ പനങ്ങോടിൻ്റെ അനിയൻ, അദ്ദേഹത്തിന് വേണ്ടിയാണ്. അത് ദിനേശ് ചെയ്യ്, ഞാൻ പറഞ്ഞ് ശരിയാക്കാം. ഞാൻ എനിക്ക് വേണ്ട, ഞാൻ അതിന് ആയില്ല എന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞു. അങ്ങനെയാണ് അനിയന് കാവടിയാട്ടം കിട്ടുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ മുദ്രയും മതിയാക്കിയല്ലോ സിനിമാ നിർമ്മാണമൊക്കെ. കുറച്ചു കാലം പണിയില്ലാതെ നിന്നിട്ട് പാപ്പച്ചൻ വീട്ടിൽ ഓഫീസ് പറഞ്ഞു. അവിടെ ആയിരുന്നു ആദ്യം ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസിൻ്റെ സിനിമകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തിരുന്നു. പിന്നെ ആൻ്റോ ജോസഫിൻ്റെതും അവിടെ നിന്നായിരുന്നു. ക്രമേണ അതും അവർ സ്വന്തമായി ഓഫീസുകൾ തുടങ്ങിയപ്പോൾ പാപ്പച്ചനിൽ നിന്ന് വിട്ടു. ഒരു ദിവസം പാപ്പച്ചനെ വിളിക്കുന്നു, മുതലാളി എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. ഒന്നെൻ്റെ വീട് വരെ വരാമോ? ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെന്ത് വരാം, എന്ന് വരും? ഞാൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് വരാം. ഞാൻ ഊണൊക്കെ കഴിച്ച് വെള്ളായണി ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ കയറി. അന്ന് എനിക്ക് സ്കൂട്ടറൊന്നുമില്ല, ആക്റ്റീവയൊന്നുമില്ല. ബസ്സിലിരുന്ന് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, ലഡ്ഡു പൊട്ടി എന്ന് പറയും പോലെ. മുദ്ര ശശി ശ്യാമപ്രസാദിനെ കൊണ്ട് ഒരു സീരിയൽ ചെയ്യിക്കാൻ ഡിസ്കഷൻ നടക്കുന്ന എനിക്കറിയാമായിരുന്നു. ഏതോ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ച് അതിൻ്റെ നിർമ്മാണം നിലച്ചു, ഷൂട്ടിംഗ് തുടങ്ങിയില്ല. അപ്പം മുദ്ര ശശി പാപ്പച്ചനോട് കേട്ടിരിക്കാം, പാപ്പച്ച നമുക്ക് ഈ സീരിയൽ ചെയ്യാൻ പറ്റിയ ആരുണ്ട്? അതിവിടെ വലയൊക്കെ ചെയ്താ ദിനേശുണ്ട്, ശാന്തിവിള ചെയ്യുമോ? നന്നായിട്ട് ചെയ്യും, വലയും നന്നായിട്ട് പോയില്ലേ, റേറ്റിങ്ങിൽ ഒന്നാമതൊക്കെ പോയതല്ലേ. അപ്പോൾ അയാളോടൊന്ന് സംസാരിക്കും, ഈ സീരിയൽ ചെയ്യാമെന്ന് ചോദിക്കും. അയാൾ ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് വരാം, അല്ലെങ്കിൽ അയാളെ ഗുരുവായൂർ വരാൻ പറയാം. ഞാൻ ആയിക്കോട്ടെ എന്ന് പാപ്പച്ചൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ ഞാൻ ഇരിക്കുകയാണ്. മുദ്ര ശശിയുടെ സീരിയൽ ഞാനായിരിക്കും അടുത്ത് ചെയ്യുന്നത്. പാപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നു. കിഴക്കേക്കോട്ടയിൽ നിന്ന് വെള്ളായണി ജംഗ്ഷനിൽ നിന്ന് കിഴക്കേക്കോട്ട് ഇറങ്ങി, കിഴക്കേക്കോട്ട് നിന്നൊരു ബസ് പിടിച്ച് സ്റ്റാച്യൂവിൽ ഇറങ്ങി, സ്റ്റാച്യൂവിൽ നിന്ന് നടന്ന് നമ്മുടെ സുരേഷ് കുമാറിൻ്റെ കുടുംബ വീടിനടുത്താണ് ചെന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് വിശദമായി സംസാരിച്ചിട്ട് പാപ്പച്ച എന്നോട് ചോദിച്ചു, മുതലാളി സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ തുടങ്ങുന്നോ? ഞാൻ പറഞ്ഞില്ല, സുകുമാരൻ ഷാർജയാണ് തുടങ്ങുന്നത്, ഞാൻ വർക്കിംഗ് പാർട്ണറാണ്, എനിക്കാണ് ചുമതലയില്ല, പുള്ളിക്ക് വരാൻ പറ്റില്ലല്ലോ, ഷാർജയിലല്ലേ. അല്ല, ഞാൻ മുതലാളി തുടങ്ങുന്നതാണ് അറിഞ്ഞത്. എനിക്ക് ഇപ്പോൾ ആശീർവാദും
ആൻഡോ ജോസഫൊക്കെ പോയി. എനിക്ക് എന്തെങ്കിലും ജോലി അവിടെ തരാൻ പറ്റുമോ? പിന്നെ എന്ത് ജോലി തരും? പാപ്പച്ച ഈ സമയം മുതൽ പാപ്പച്ചനാണ് ദിവ്യ മീഡിയ വിഷൻ്റെ മാനേജർ, പോരെ. പാപ്പച്ചന് ഭയങ്കര സന്തോഷമായി. ഞാനവിടെ കുറച്ച് നേരം കൂടെ സംസാരിച്ചിരിക്കുന്നതോട് നടക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ പാപ്പച്ച എന്ത് മനുഷ്യൻ. വീട്ടിലിരിക്കുന്ന എന്നെ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെള്ളായണി ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി കിഴക്കോട്ട് ഇറങ്ങി, കിഴക്കോട്ട് നിന്ന് ബസ് കയറി സ്റ്റാച്യൂവിൽ ഇറങ്ങി, കുറച്ച് ദൂരമുണ്ട് നടന്ന് പാപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പാപ്പച്ച എന്നോട് ചോദിക്കുകയാണ്, എനിക്കൊരു ജോലി തരുമെന്ന്. അല്ല, പാപ്പച്ച എൻ്റെ വീട്ടിൽ വരികയല്ല. ഞാനതൊരു രസമായിട്ട് എടുക്കുന്ന ആളാണ്. അല്ലാതെ ഇയാൾ ഇങ്ങനെ എന്നെ വിളിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചുകൊണ്ട് അയാളെ വേണ്ട എന്നൊന്നും വെച്ചില്ല. ഒരുപാട് കാലം പാപ്പച്ചൻ സ്റ്റുഡിയോ പൊളിയുന്നു എന്ന് കാണുന്നത് വരെയും പാപ്പച്ചൻ എൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്നു. ആ പാപ്പച്ചൻ മെനങ്ങാന്ന് പോയി. മെനങ്ങാന്നിൻ്റെ രാവിലെ എന്നെ കാവടിയാട്ടം ചെയ്ത അനിയൻ വിളിച്ചു, ദിനേശേ, ആലപ്പുഴയിലേക്ക് താമസം മാറിയിരുന്നല്ലോ പാപ്പച്ചൻ. അയാളുടെ മകളെ UK കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർ ഭാര്യയും ഭർത്താവും അവിടെ ജോലി ചെയ്യുന്നു. രസമുള്ള മോളായിരുന്നു. മകൻ ഫെഡറൽ ബാങ്കിലെ മാനേജറാണ്, എറണാകുളത്തോ എവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇവരും ആലപ്പുഴയിൽ, ഭാര്യയും ഭർത്താവും. ഭാര്യ ഡെയ്സി ഒരു നേഴ്സാണ്, അവർ റിട്ടയറായി. അപ്പം ഭാര്യയും ഭർത്താവും അങ്ങോട്ട് പോയി. ഈ വീട് അടച്ചിട്ടിരിക്കുകയാണ്. പാപ്പച്ചന് ഗുരുതരമായ അസുഖം ബാധിച്ച് ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കിംസിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തസുഖമെന്ന് എനിക്കറിയില്ല ദിനേശ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി എടുത്ത് മാറ്റി. അതെനിക്കറിയാം. അയ്യോ, പാപ്പച്ചനോ? പോലിക്കില്ല, മദ്യപിക്കില്ല. മാറ്റി. അത് അസുഖം ഗുരുതരമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പാപ്പച്ചൻ്റെ ഭാര്യ പറഞ്ഞത്, അപ്പോൾ അനിയനുമായിട്ട് നല്ല ബന്ധമാണ്, സീരിയസ് ആണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, കാണാൻ വരണ്ട, കാണാൻ പറ്റില്ല. കാരണം വഴിയെ പോകുന്നവരൊക്കെ ഞങ്ങളൊക്കെ കയറി ഇറങ്ങിയാൽ ചിലപ്പോൾ രോഗിക്ക് ബാധിച്ചാലോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ. അതുകൊണ്ടായിരിക്കാം. എന്നെപ്പോലും പുറത്തു വിടുന്നില്ല, ഞാൻ അകത്ത് തന്നെ നിൽക്കുകയാണ്. രോഗിയുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡറേയും പുറത്തു വിടുന്നില്ല. വളരെ ഇൻഡിഫറൻ്റായിട്ടാണ് ഡെയ്സി സംസാരിച്ചത് ദിനേശ്. അത് അവരുടെ ദുഃഖം കൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞ അത്രയും ഗുരുതരാവസ്ഥയോ? ഇനി ആരെ വിളിച്ച് ചോദിക്കാൻ? ആരെയും വിളിക്കാൻ പറ്റുന്നില്ല. ഞാൻ പാപ്പച്ചൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല, അടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫോണ് പാപ്പച്ചൻ്റെ മകൻ്റെയിലായിരിക്കാം. മെനിങ്ങാന്ന് രാത്രി ഒരു 1 മണിയായപ്പോൾ എന്നെ VBK മേനോൻ്റെ വിതരണ കമ്പനിയിലെ മാനേജറായിരുന്ന കോമളം വിളിക്കുന്നു. അണ്ണാ, പാപ്പച്ചൻ ചേട്ടൻ പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് നടുങ്ങിപ്പോയി. അങ്ങനെ മാന്യനായി ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. ഞാനാണെങ്കിൽ ഇന്നലെ വെളുപ്പിനുള്ള ട്രെയിനിൽ എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ലോഞ്ചിങ് ആണ്, വലിയ ചടങ്ങാണ്. ഞാനതിലൊരു ഗസ്റ്റ് വേഷം ചെയ്തിരുന്നല്ല. നാദിർ ഷാ തന്നെ എന്നെ നേരിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ അതിന് വരണം, ഒരേ ഒരു ഷോയേ ഉള്ളൂ, ആ ഷോയ്ക്ക് വരാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ എക്സിക്യൂട്ടീവും കൺട്രോളറും ഒക്കെ വിളിച്ചു. ഞാനതിൽ പോയി. രാത്രി ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് 11:45 മാംഗ്ലൂർ ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ ഇവിടെ ഇന്ന് രാവിലെ 3 മണിക്കാണ് എത്തിയത്. അപ്പോഴേക്കും പാപ്പച്ചൻ മണ്ണിനടിയിലായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു പാപ്പച്ചൻ. എൻ്റെ ബംഗ്ലാവിലൊന്ന് നടക്കുമ്പോൾ പൈസയ്ക്ക് ഷോർട്ടേജ് വരുമ്പോൾ ഞാൻ പാപ്പച്ചനെ വിളിക്കും. പാപ്പച്ച, ആ മണക്കാട് രാമേന്ദ്രൻ അടക്കമുള്ള ആരെയെന്തെങ്കിലും കുറച്ച് പൈസ വാങ്ങണമല്ലോ, 10 പൈസ ഇല്ല നാളെ ഷൂട്ടിങ്ങിന്. എത്ര വേണം? ഒരു 5 ലക്ഷം രൂപ കിട്ടുമെന്ന് ചോദിക്കും. 5 കിട്ടുമെന്ന് പറഞ്ഞൂടാ, മാക്സിമം വാങ്ങിക്കാം. പാപ്പച്ചൻ്റെ കൈ കിട്ടുന്ന 2 or 3 ലക്ഷമാണെങ്കിൽ അതും കൊണ്ട് പാപ്പച്ചൻ ബസ്സിൽ കയറി പാലയിൽ വരുമായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വിളിക്കും, പാപ്പച്ച ഒരു 2 ലക്ഷം കിട്ടുമോ നോക്കാം. ആരെന്നെങ്കിലും വാങ്ങിച്ച് 2 ലക്ഷം കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ എൻ്റെ പടം ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാൻ വേണ്ടി എന്നോട് നന്നായിട്ട് സഹകരിച്ച ആളായിരുന്നു പാപ്പച്ചൻ. ഞാൻ പറയുന്നത് ഒരു കിഡ്നി എടുത്ത് മാറ്റി എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ശരീരം മൊത്തം ബാലൻസ് തെറ്റുകയാണ് അവിടെ. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു പാപ്പച്ചൻ മനസ്സിലാക്കി കാണില്ല, പുകവലിക്കാത്തവർക്കും മദ്യപിക്കാത്തവർക്കും ഒക്കെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളും വരാം. പാപ്പച്ചൻ അതുണ്ടായിരുന്നു തോന്നുന്നു. പാപ്പച്ചൻ ചിലപ്പോൾ ലൊട്ടിലൊടുക്കും മരുന്നൊക്കെ വാങ്ങി കഴിച്ച് ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർമാരെ കണ്ടിരിക്കാം, വൈകിപ്പോയിരിക്കാം. എന്തായാലും അധികം കിടന്ന് കഷ്ടപ്പെടാതെ സുസ്മേരവതനായിരിക്കുന്ന പ്രായത്തിൽ തന്നെ പാപ്പച്ചൻ ഇന്നലെ പോയി. ആ പാപ്പച്ചൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം.
നമസ്കാരം. നമ്മൾ മിനിങ്ങാന്ന് ബുധനാഴ്ച ഞാൻ പറഞ്ഞത് ആ എപ്പിസോഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ആമുഖമായി അല്പം പറയുന്നത്. എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രിയും ഞാൻ ചെന്നുപെട്ട ഗുരുക്കന്മാരുടെ സ്വഭാവ മഹിമയും അവരിൽ നിന്നും ഞാൻ പഠിച്ചതും പഠിക്കാൻ പാടില്ലാത്തതും എന്നെ സ്നേഹിച്ചതും എന്നെ അംഗീകരിക്കാത്തതും എന്നെ മനസ്സിലാക്കിയവരുടെയും ഒക്കെ കഥകളാണ് ഞാൻ ബുധനാഴ്ച പറഞ്ഞത്. കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു. ഇവിടെ ഭാരതീയം അടക്കം കുറേ സിനിമകൾ ചെയ്ത പ്രിയദർശൻ്റെ അസോസിയേറ്റ് ആയിരുന്ന സുരേഷ് കൃഷ്ണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അണ്ണാ ചിരിച്ച് മണ്ണ് കപ്പിയാണ് നിങ്ങൾ, ഓരോരുത്തരുടെയും ശബ്ദത്തിൻ്റെ ടോണിൽ നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോയി എന്നാണ് ഈ എപ്പിസോഡ് കണ്ടിട്ട് സുരേഷ് കൃഷ്ണ പറഞ്ഞത്. ഇന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ ഏറ്റവും സീനിയറായ നായിക ശാരദാമ്മയെ പറ്റിയാണ് പറയുന്നത്. ശ്രീകുമാരൻ തമ്പി സാർ എന്നെ അമ്മയ്ക്കൊരു താരാട്ടിനായി വിളിക്കുമ്പോൾ എൻ്റെ ആദ്യ സന്തോഷം ഒരു സംവിധാന സഹായിയായി അവസരം ചോദിച്ച് ചെല്ലുമ്പോൾ ഞാൻ ഉടനെ സിനിമയൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെടൂ, അപ്പോഴും കൂടെ കൂട്ടാം എന്ന് ഉറപ്പ് തരുന്നില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. 1986 യുവജനോത്സവം റിലീസായി തമ്പി സാറിൻ്റെ. അപ്പോഴാണ് ഞാൻ കണ്ടത്. ശരിക്കു പറഞ്ഞാൽ 1986 ആഗസ്റ്റ് 1 ആയിരുന്നു യുവജനോത്സവം റിലീസായത്. പിന്നെ 1993 തമ്പി സാറിൻ്റെ അടുത്ത സിനിമ ബന്ധുക്കൾ ശത്രുക്കൾ വരുന്നത്. നല്ല സിനിമയും സൂപ്പർ ഹിറ്റ് പാട്ടുകളും തമ്പി സാർ തന്നെ ആദ്യമായി സംഗീതം നൽകിയ പാട്ടുകളായിരുന്നു ആ പടത്തിൽ. ബന്ധുവാര്, ശത്രുവാര്, ചുംബന പൂകൊണ്ട് മൂടി, എൻ്റെ നല്ല പാട്ടുകളല്ലേ. ലക്ഷക്കണക്കിന് കാസറ്റുകൾ വിറ്റുപോയ മാഗ്ന സൗണ്ട് എന്ന് പറഞ്ഞ കാസറ്റ് കമ്പനിയാണ് ഇതിൻ്റെ പാട്ടുകൾ, ബന്ധുക്കൾ ശത്രുക്കളുടെ പാട്ടുകൾ ഇറക്കിയത്. ഗോൾഡൻ ഡിസ്ക് തമ്പി സാറിന് നൽകിയ പാട്ടുകളായിരുന്നു. തമ്പി സാറിനോട് ചാൻസസ് ചോദിച്ചതിൻ്റെ പിന്നാലെ ഹരികുമാർ സാറിൻ്റെ ഇല്ലിക്കാടും ചെല്ലക്കാറ്റും എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ തുടക്കമിട്ടു. ബാലചന്ദ്രമേനോൻ വരാത്തതിനാൽ ചിത്രീകരണം പാതി വഴിക്ക് മുടങ്ങിപ്പോയി. പകരം ചെയ്തതാണ് ഊഴം. പുതിയ ഊഴമല്ല, പഴയ ഊഴം. ഹരികുമാർ സംവിധാനം ചെയ്ത ദേവൻ നായകനായ പാർവതി നായികയായ ഊഴം. അങ്ങനെ 1988 എൻ്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞു, സംവിധാന സഹായി ശാന്തിവിള ദിനേശൻ. പിന്നാലെ പുറപ്പാട്, ജീവിതം, ഒരു രാഗം, എഴുന്നള്ളത്ത്, അങ്ങനെ ഒന്ന് വിട്ട് ഞാൻ തിരക്കിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി മാറി. സ്വതന്ത്രമായി സംവിധാനം ചെയ്ത വലയം. ഈ അടുത്ത കാലത്തും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ എൻ്റെ ചോദിച്ചു, ഞാൻ കുട്ടിക്കാലത്ത് വലയം കാണുമ്പോൾ താങ്കളുടെ പേരായിരുന്നു സംവിധാനം. ഞാൻ പറഞ്ഞതേ, പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ വേറൊത്തൻ്റെ പേരാണല്ലോ. ഞാൻ പറഞ്ഞാൽ ആ അലവലാതിയാണ് എൻ്റെ നിർമ്മാതാവ്. ആ നന്ദി കെട്ടവൻ സുകുമാരൻ ഷാർജിക്ക് കൊടുക്കാനുള്ള 22 ലക്ഷം രൂപകളും പറ്റിച്ചു. സംവിധാനം ചെയ്ത എനിക്ക് തരാനുള്ള ലക്ഷങ്ങൾക്ക് പകരം സംവിധാനം പഠിച്ചതിൽ കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ എംബോക്കിയാണ്, അവൻ്റെ പേരാണ് അതിൽ വച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവാർഡൊക്കെ വാങ്ങിയത്, വലയത്തിൻ്റെ മികച്ച സംവിധായകനും മികച്ച സീരിയലിൻ്റെയൊക്കെ അവാർഡ് വാങ്ങിയ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അവനെ കോടതി കയറ്റാമായിരുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ പരാതി കൊടുക്കാമായിരുന്നു. ഞാനത് ചെയ്യുന്നില്ല. കാരണം അവൻ ഇനി കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ച് അവൻ സംവിധാനം ഒന്ന് എഴുതി വെച്ചാലും വലയം സംവിധാനം ചെയ്തത് ശാന്തിവിള ദിനേശാണെന്ന് അന്നത്തെ സീരിയൽ കണ്ടവർക്ക് അറിയാം എന്ന് പറഞ്ഞ് ഞാനതങ്ങ് വിട്ടു. അങ്ങനെ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു. അതിൻ്റെ പിന്നാലെ വലയം തുടങ്ങി നിരവധി സീരിയലുകൾ ഞാൻ ശ്രദ്ധേയമായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങി. ബംഗ്ലാവിൽ അവധിയിലൂടെ സ്വതന്ത്ര സംവിധായകനുമായി. അതിനുശേഷമാണ് തമ്പി സാറിൻ്റെ വിളി, അമ്മയ്ക്കൊരു താരാട്ടിൽ നിങ്ങൾക്ക് എന്നെ അസോസിയേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ദോഷം പറയാൻ പാടില്ലല്ലോ. നല്ല ശമ്പളം ഞാൻ ചോദിക്കാതെ തന്നെ തമ്പി സാർ തന്നു. നിങ്ങളുടെ ശമ്പളം എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, സാറ് തരുന്നത് എന്നാണ് പറഞ്ഞത്. അത് പറ്റില്ല, നിങ്ങൾ ശമ്പളം പറയും. ഇല്ല സാർ, സാർ എത്ര തരുമോ അതാണ് ശമ്പളം. വളരെ നല്ല പ്രതിഫലം എനിക്ക് തന്നെ, നല്ല ലക്ഷങ്ങൾ തന്നു എന്ന് പറയാം. എനിക്ക് ബന്ധുക്കൾ ശത്രുക്കൾ ഈ അമ്മയ്ക്കൊരു താരാട്ട് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എനിക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. 2 മാസത്തിന് ഇടയിൽ ഞാൻ മടക്കിത്തരാം, സാറിൻ്റെ പക്കലുണ്ടോ എന്ന്
ഞാനൊരു ദിവസം ഞാൻ സിന്ധു കൂടെ ചെന്ന് സാറിനോട് തിരക്കി. സാർ എന്തൊക്കെയോ കണക്കുകളൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു, ഒരു 50,000 രൂപ ആണെങ്കിൽ ഞാൻ ഇപ്പം തരാം. എനിക്ക് കാശ് കിട്ടിയപ്പോൾ ആ തുകയുമായി ചെന്നു ഞാൻ. പക്ഷെ അപ്പോൾ സാറ് മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഒരു വീണ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. ഞാൻ വീണയോട് വന്ന ആഗമന ഉദ്ദേശം പറഞ്ഞു, ഇങ്ങനെ തമ്പി സാറിൻ്റെ ഞാൻ ഒരു 50,000 രൂപ വാങ്ങിച്ചിരുന്നു, അത് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ആണ് വീണ പറയുന്നത്, കാശ് ദിനേശ് മടക്കി കൊണ്ടുവന്നാൽ അത് വാങ്ങണ്ട, പകരം അയാളുടെ ശമ്പളമായി വൗച്ചറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങണം. ഒന്ന് ശങ്കിച്ചെങ്കിലും ഞാൻ വൗച്ചർ ഒപ്പിട്ട് കൊടുത്തു. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ സാറിനറിയാം ദിനേശിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് അല്പം വൈകിയാലും അയാൾ ആ പൈസ കൊണ്ട് തരും. അപ്പോൾ അത് വാങ്ങണ്ട എന്നാണ് വീണയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ വൗച്ചർ ഒപ്പിട്ട് കൊടുത്തു, അതും കൂടി ശമ്പളത്തിൽ ചേർത്തു. സിനിമകളിൽ ടൈറ്റിലുകൾ കൊടുക്കുമ്പോൾ ഭൂരിപക്ഷം പേരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ശിഷ്യഗണങ്ങളുടെ ഒന്നും പേര് പടം തുടങ്ങുന്നിടത്ത് ആദ്യം കൊടുക്കില്ല. പടം തീർന്ന് ആളുകൾ എണീറ്റ് പോകുമ്പോൾ റോളിംഗ് ആയിട്ട് ഇങ്ങനെ 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 ഉരുണ്ടുരുണ്ട് മുകളിലോട്ട് പോകും. ആരും വായിക്കില്ല. പോസ്റ്ററുകളിലാണെങ്കിൽ നിർമ്മാതാവ്, സംവിധായകൻ, പ്രശസ്തനായ തിരക്കഥാകൃത്താണെങ്കിൽ, ഇപ്പോൾ ലോഹിദാസിനെ പോലെയോ ശ്രീനിവാസനെ പോലെയോ എം ടി സാറിനെ പോലെയൊക്കെയുള്ള പ്രശസ്തരാണെങ്കിൽ അവരുടെ പേരും പോസ്റ്ററിൽ വയ്ക്കും. പിന്നെ വിതരണ കമ്പനിയുടെ പേരും ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളിൻ്റെ ഒരു ചെറിയ ഒപ്പും, അത്രയാണ് പോസ്റ്ററുകളിൽ ഉണ്ടാകാറ്. മെയിൻ ടെക്നീഷ്യന്മാരുടെ പേരുകൾ കടുകുമണി വലുപ്പത്തിൽ വെച്ച ചില സിനിമകളുടെ പോസ്റ്ററുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കൊരു താരാട്ടിൽ പോസ്റ്ററിൽ പ്രധാന ടെക്നീഷ്യന്മാരോടൊപ്പം എൻ്റെ പേരും തമ്പി സാർ വച്ചു. അത്രയും മാന്യത കാണിച്ച ആളാണ് തമ്പി സാർ. ഈ സിനിമയിലെ നായികയാകാൻ ശാരദാമ്മയെ കാണാൻ ചെന്നപ്പോൾ എന്നെ തമ്പി ഒഴിവാക്കണം എന്നായിരുന്നു ശാരദാമ്മയുടെ ആദ്യത്തെ അഭ്യർത്ഥന. എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, നട്ടലിന് ക്ഷതമുണ്ട്, അതിനാൽ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒഴിവാക്കണം എന്നവർ സ്നേഹത്തോടെ പറഞ്ഞുവെന്ന് തമ്പി സാറ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. താങ്കളില്ലെങ്കിൽ, ശാരദാമ്മ ഇല്ലെങ്കിൽ ഈ കഥയും തിരക്കഥയും എനിക്ക് ഒഴിവാക്കേണ്ടി വരും. നമുക്ക് ആരോഗ്യസ്ഥിതി നോക്കി സാവധാനം ചിത്രീകരിക്കാം എന്നായി തമ്പി സാർ. മധു സാറിനും തമ്പി സാറിനും വയസ്സ് കൂടുകയല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പതുക്കെ ചെയ്യാം എന്ന് അവർക്ക് വാക്കു കൊടുത്തു. നിർബന്ധത്തിന് ഒടുവിൽ അവർ സമ്മതിച്ചു. അപ്പോഴും അവർ ചില കണ്ടീഷൻ വെച്ചു. ഞാൻ രാവിലെ 7 മണിക്ക് വിത്ത് മേക്കപ്പിൽ, വിത്ത് ഡ്രസ്സിൽ ലൊക്കേഷനിലെത്താം, പക്ഷെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ മേക്കപ്പ് അഴിക്കും. അത് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം. ഞാൻ രാവിലെ 7 മണിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് ആ സീനിന് ഏതാണോ ഡ്രസ്സ്, തലേ ദിവസം ദിനേശ് പറയുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ലൊക്കേഷനിൽ വരാം. പക്ഷെ 6 മണിക്ക് ഞാൻ വിഗ് അഴിക്കും. അത് സമ്മതമാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ശാരദാമ്മയാണെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലിൽ ഏതെങ്കിലും റൂം കൊടുക്കണം, ഏറ്റവും കുറഞ്ഞത് 3 സ്റ്റാറിൽ കൊടുക്കണമല്ലോ. അല്ല, ഞാൻ ഹയാത്ത് എന്ന് പറഞ്ഞ നമ്മുടെ യൂസഫ് അലി ബായിയുടെ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുമെന്ന് അവർ പറഞ്ഞാൽ അത് സമ്മതിക്കാതെ തരമില്ല. കാരണം ഇതിലെ നായികയായി ശാരദാമ്മ വേണമെങ്കിൽ അവർ പറഞ്ഞു ഞാൻ ഹയാത്തിൽ താമസിക്കൂ, തിരുവനന്തപുരത്ത് മസ്കറ്റ് പോലും താമസിക്കില്ല എന്ന് പറഞ്ഞാൽ ഹയാത്ത് എടുത്തു കൊടുക്കണം. മെനഞ്ഞാന്ന് വന്ന ഒരു ചെറുക്കൻ, അവൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വന്നതാണ്, ഞാൻ താമസിക്കണമെങ്കിൽ എനിക്ക് ഹയാത്തിൽ റൂം തരണം. ഒരു പീറ ചെറുക്കൻ. ഹയാത്തിൻ്റെ മുതലാളി യൂസഫ് അലി ബായി വന്നാൽ താമസിക്കുന്ന മുറി തന്നെ വേണം എന്ന് അവൻ ശടിച്ചു. ആ മുറി തന്നെ എനിക്ക് വേണം, യൂസഫ് അലി ബായി താമസിക്കുന്ന. അവൻ ഇങ്ങനെ പറഞ്ഞാണ്, യൂസഫ് അലി ഒന്നും താമസിക്കില്ലേ, ആ മുറി തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞിരിക്കാം. എടുത്തു കൊടുത്തു. ദിവസം 30,000 രൂപയും ടാക്സും TDS എല്ലാം കൂടെ ഉണ്ടെന്നോ എന്താണ് അതിൻ്റെ എമൗണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു ദിവസം 30,000 രൂപ വെച്ച് അമ്മ ഒരു 30 ദിവസം താമസിച്ചാൽ എത്ര രൂപ റൂമിനായെന്ന്. പകൽ മുഴുവൻ അവൻ ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ആ റൂം വെറുതെ കിടക്കുകയാണേ. പക്ഷേ ഹയാത്തിലേ താമസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എടുത്തു കൊടുത്തു. പക്ഷേ ശാരദാമ്മ പറഞ്ഞത്, ഞാനടക്കം ഞങ്ങൾ 3 പേര് വരും, 3 സ്ത്രീകൾ. അപ്പോൾ അവർ വെജിറ്റേറിയൻ ആഹാരം കഴിക്കൂ, തന്നെത്താൻ വച്ച് വെജിറ്റേറിയൻ ആഹാരം ഞങ്ങൾ കഴിച്ചോളാം.
ഒരു വൃത്തിയുള്ള ഫ്ലാറ്റ് ഞങ്ങൾക്കായി മാസവാടകയ്ക്ക് എടുത്തു തരണം. എത്ര ലാഭമെന്ന് ആലോചിച്ചു. കഥാപാത്രത്തിനായുള്ള വസ്ത്രങ്ങൾ ഞാനെടുത്ത് എൻ്റെ അളവിൽ കൃത്യമായി തയ്പ്പിച്ച് ഞാൻ കൊണ്ടുവരാം. അതിൻ്റെ കാശടക്കം എനിക്ക് 6.5 ലക്ഷം രൂപ തമ്പിത്തരണം. ഇതാണ് അവർ പറഞ്ഞ എഗ്രിമെൻറ്റ്. മേക്കപ്പുകാരോ അസിസ്റ്റൻറ്റോ ഹെയർ ഡ്രസ്സറുകാരോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസിസ്റ്റൻറ്റോ ആരെയും അവർക്ക് ആവശ്യമില്ല. ഇതെല്ലാം തമ്പി സാർ സമ്മതിച്ചു. ചിത്രം തുടങ്ങുന്നതിന് മുമ്പുള്ള പത്രസമ്മേളനത്തിലടക്കം അവർ വന്നു. ആ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകുമ്പോൾ മധുസാർ അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എത്ര വയസ്സ് വ്യത്യാസമുണ്ടെന്ന് നോക്കുക. പക്ഷേ മധുസാറിന് അതിനേക്കാളും ആരോഗ്യമുണ്ട്. അതുകൊണ്ട് ശാരദാമ്മയെ കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകും പോലെ മധുസാർ പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ചെയ്തത് ആ പ്രസ് ക്ലബ്ബിൽ നിന്ന്. ശരിക്കും ഞാൻ ക്യാമറയുടെ മുന്നിലല്ല അഭിനയിക്കുന്നത്, ക്യാമറയ്ക്ക് പിന്നിലാണ്. കാഴ്ചയുടെ പ്രശ്നമുണ്ട്, നടക്കുമ്പോൾ കാലിനുള്ള ബലക്ഷയവും, ആരെയും എന്താ പറയുക അറിയിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല ദിനേശ് എന്ന് 1000 പ്രാവശ്യം എന്നോട് ശാരദാമ്മ പറഞ്ഞു. ഞാനിപ്പോൾ ക്യാമറയുടെ പിന്നിലാണ് അഭിനയിക്കുന്നത് ദിനേശ്, ക്യാമറയുടെ മുന്നിലല്ല. ഒരു അസുഖവുമില്ല, എന്നാൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഞാൻ ആൾക്കാരുടെ മുമ്പ് ചുമ്മാ ബോധ്യപ്പെടുത്താൻ നടക്കുന്നതാണ്. ഏറെ ശ്രമകരമാണ് ഈ സിനിമ ചാർട്ട് ചെയ്യാൻ. ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ശരിക്കും വെള്ളം കുടിച്ചു. ശാരദാമ്മ രാവിലെ 7 മണിക്ക് ലൊക്കേഷനിലെത്തും വിത്ത് മേക്കപ്പിൽ. 6 മണിക്ക് മേക്കപ്പ് അഴിക്കും. മധുസാർ ഉച്ചയ്ക്ക് 12-ന് എത്താൻ ശ്രമിക്കും, എത്തിയാൽ ഭാഗ്യം. പക്ഷെ രാത്രി എത്ര നേരം വേണമെങ്കിലും മധുസാർ ഇരിക്കും. ഇവർ തമ്മിലാണ് പടത്തിൻ്റെ 80% സീനുകളുള്ളത്. 7 മണിക്ക് ശാരദാമ്മ വരും. മധുസാർ ഒഴികെയുള്ളവരെയും എത്തിക്കാം. സംവിധായകനാണെങ്കിൽ തമ്പി സാറാണെങ്കിൽ 9 മണിക്കേ വരും. വന്ന് കാപ്പിയൊക്കെ കുടിച്ച് തുടങ്ങുമ്പോൾ ഒരു സമയമാവും. അങ്ങനെ ഞാൻ എത്തൂ, എനിക്ക് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം, എന്നെ അങ്ങല്ലാതെ നേരത്തെ 7 മണിക്കൊന്നും ദിനേശ് പ്രതീക്ഷിക്കേണ്ടെന്ന് ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. സാറല്ലേ നിർമ്മിക്കുന്നത്, സാറിൻ്റെ പൈസയിലല്ലേ സിനിമ എടുക്കണേ, അപ്പോൾ സാറ് വൈകി വരരുത് എന്ന് ഞാൻ ഇങ്ങനെ പറയും. ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ശാരദാമ്മയോട് 8 മണിക്ക് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നെനിക്ക് മാറ്റി പറയേണ്ടി വന്നു. കാരണം സംവിധായകൻ 9 മണിക്കല്ലേ വരൂ. അപ്പോൾ ഇവർ 8 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ പറയും ഫ്ലാറ്റിൽ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. കാര്യമൊന്നും പറഞ്ഞില്ല, അവർ ചോദിച്ചതുമില്ല. മധുസാറിനോട് അല്പം കൂടി നേരത്തെ ആകാമോ വരവ് എന്ന് ഞാൻ തിരക്കി. നോക്കാം എന്ന് സാറ് ഉത്തരം പറഞ്ഞു. എന്നിട്ടൊരു ചിരിയും ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് നടപ്പില്ല എന്നാണ്. അതെനിക്കറിയാം. ആ ചിരി അതായിരുന്നു, നോക്കാം. ഞാൻ ഹരികുമാർ സാറിൻ്റെ എൻ്റെ ടൈറ്റിൽ ആദ്യമായിട്ട് എഴുതി കാണിച്ച ഊഴം എന്ന് പറഞ്ഞ സിനിമയിൽ സുകുമാരൻ്റെ ഒരു സീൻ കൂടി എടുത്താൽ അദ്ദേഹത്തിൻ്റെ വർക്ക് കഴിയും ആ സിനിമയിൽ. അത് നാളെ രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയാൽ ഒരു 8-8:30 മണിയാകുമ്പോൾ അത് തീരും ആ സീൻ. അത് കഴിഞ്ഞാൽ സുഖേട്ടന് നേരെ വിമാനത്താവളത്തിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറി മദ്രാസിലേക്ക് പോകാം. അപ്പോൾ അന്ന് നെടുമ്പാശ്ശേരി വന്നിട്ടില്ല, നേവൽ ബേസിലാണ് എയർപോർട്ട് കൊച്ചിയിൽ. ഹരിസാർ നേരിട്ട് തന്നെ മധുസാറിനോട് കാര്യം പറഞ്ഞു. അതിനെന്താ ചെയ്തു കളയാം എന്ന് മധുസാർ മറുപടി പറഞ്ഞു. കൊച്ചി ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് അക്കാലത്ത് സ്ഥിരമായി മധുസാർ വന്നാൽ താമസിക്കുന്നത്. രാവിലെ 5:30 മണിക്ക് തന്നെ കാറുമായിട്ട് പ്രൊഡക്ഷൻ മാനേജർ ഹോട്ടൽ ലോബിയിൽ കാത്തു കിടന്നു. പൊതുവേ രാവിലെ എണീക്കാൻ മടിക്കുന്ന ഹരിസാർ അന്ന് 6 മണിക്ക് തന്നെ കുളിച്ച് റെഡിയായി ലൊക്കേഷനിലെത്തി. ഒരു തടിക്കടയിലാണ് ഷൂട്ട്. ദേവനും സുകുമാരനും പറവൂർ ഭരതനും ഭരതേട്ടൻ്റെ മകനും ഒക്കെ എത്തി. ഇവർ ഇത്രയും പേരാണ് കോമ്പിനേഷൻ. മണി 6 ആയി, 6:30 ആയി, 7 ആയി, 7:30 ആയി, 8 ആയി. ടക എന്ന് പറഞ്ഞ കണക്ക് മണി 9-നെത്തി. അല്ല, 8 മണിക്കെത്തി. 9-നാണ് ഫ്ലൈറ്റ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ നേവൽ ബേസിലാണ് എയർപോർട്ട്. സുകുമാരൻ ഒരു വിടല ചിരിയോടെ വിഗങ്ങൂരി ഇങ്ങനെ ഊരി അങ്ങെടുത്ത്, ഹരി നമുക്കത് പയ്യെ തിരുവനന്തപുരത്ത് ചെയ്യാമെന്നേ എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് മാനെ കൈ നീട്ടി അയാൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. മുഖത്ത് മുഴുവൻ തേച്ച് തുടച്ച് കളഞ്ഞു. അദ്ദേഹം കാർ കയറി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഹരിസാർ പറഞ്ഞു എല്ലാവർക്കും കാപ്പി കുടിക്കാൻ പറഞ്ഞു. വെറുതെ ഇരിക്കണ്ടല്ലോ, മണി 8 കഴിഞ്ഞില്ലേ. ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് ചായയും കുടിച്ച് എല്ലാവരും വിശ്രമിക്കുമ്പോൾ
മധുസാറിനെ അന്വേഷിച്ച് പോയ കാർ അതാ വരുന്നു, നിൽക്കുന്നു. നിറഞ്ഞ ചിരിയോടെ മധുസാർ ഇറങ്ങുന്നു. നമുക്കെടുക്കാൻ പറ്റിയില്ല അല്ലേ ഹരി, നമുക്കെടുക്കാൻ പറ്റിയില്ല അല്ലേ ഹരി എന്ന് അതറിഞ്ഞോണ്ടാ പറഞ്ഞത്. ആ സുകുമാരൻ മുങ്ങിയോ എന്ന് ചോദിച്ചു. എന്തു പറയാൻ പറ്റൂ? മധുസാറിന് വെച്ചാകുമ്പോൾ അങ്ങനെ നടക്കൂ. കാരണം രാവിലത്തെ ഒരു സീനും നടക്കില്ല. കാരണം പുള്ളി 11 മണി കഴിഞ്ഞല്ലേ ഉണരുക പോലും ഉള്ളൂ. അത് കഴിഞ്ഞാൽ വിസ്തരിച്ച് മുറുക്കും, ദേഹമാസകല എണ്ണയിടും, ഒരു മണി വരെ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പോയി കുളിക്കും, അത് കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതാണ് സാറിൻ്റെ വർഷങ്ങളായിട്ടുള്ള ശീലം. അവിടെ കയറി രാവിലെ 6 മണിക്ക് സാറ് വരണേന്ന് പറഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞാൽ വരില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഒരു ദിവസം എൻ്റെ കുറ്റം പോലെ തമ്പി സാർ പറഞ്ഞു, ഇങ്ങനെ ആയാൽ ഈ പടം എന്ന് ചിത്രീകരിച്ച് തീരും ദിനേശ്? എന്നോട് ചോദിച്ചതാ തമ്പി സാർ. എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ സാർ പ്ലാൻ ചെയ്തത് എന്നായി ഞാൻ. മധുച്ചേട്ടൻ വഴങ്ങില്ല, വെറുതെ പറയാം എന്നേ ഉള്ളൂ. നിങ്ങൾ ശാരദാമ്മയോടൊന്ന് സംസാരിക്കും എന്ന് പറഞ്ഞ് സാറ് പന്ത് എൻ്റെ കോട്ടിലേക്ക് ഇട്ടു. ഞാൻ സമ്മതിച്ചു, ഞാൻ സംസാരിക്കാം. ശാരദാമ്മയും അവരുടെ കൂടെ വരുന്ന 2 പേരും ഇരിക്കുന്ന മുറിയിലേക്ക് ഞാൻ ചെന്നു. പലതും പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വന്നു. അപ്പോൾ അവർ മുഖം അങ്ങ് കറുത്തു. ദിനേശ്, ഞാൻ ഇക്കാര്യം തമ്പിയോട് തുറന്ന് സംസാരിച്ചതാണ്. എന്നെ ഒഴിവാക്കും മിസ്റ്റർ തമ്പിന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ്. സന്ധ്യയായാൽ എനിക്കൊട്ടും കാഴ്ചയില്ല ദിനേശ്. കാലുകൾക്ക് ബലക്കുറവുമാണ്. 5 മണി കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻ, ഞാനിപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിൽ 5 മണി കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻ തീർന്നിട്ടില്ല എങ്കിൽ അത് എത്ര മണി വരെ പോയാലോ, 6, 7, 8 മണി വരെ പോയാലോ ആ സീൻ തീരുന്നത് വരെ ഞാൻ നിൽക്കാം. അത്രയും ഞാൻ ചെയ്യാം എന്നായി ശാരദാമ്മ. ഈ വിവരം ഞാൻ അറിയിച്ചിടം മുതൽ തമ്പി സാറിന് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിത്തുടങ്ങി. നമുക്കത് വ്യക്തമായി മനസ്സിലാവും തമ്പി സാറിൻ്റെ മുഖത്ത്. ആ മാറ്റം ശാരദാമ്മയെ നന്നായിട്ട് നോവിച്ചു. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ദിനേശ്, തമ്പി ഇതുമാതിരി ആയിരുന്നില്ല മുമ്പ്. മകൻ മരിച്ച വിഷമത്തിലാകാം അല്ലേ ദിനേശ് എന്ന് ചോദിച്ചു. ഞാൻ വരില്ലായിരുന്നു ഇങ്ങനെയൊക്കെ അദ്ദേഹം പെരുമാറും എന്നറിഞ്ഞിരുന്നെങ്കിൽ. അവർക്ക് നന്നായിട്ട് നൊന്തു തോന്നും സാർ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറുന്നവരോട്. സെറ്റിൽ ഇങ്ങനെ ഒരു നടിയുണ്ടെന്ന് പോലും തോന്നുമായിരുന്നില്ല. അവർ അവരുടെ ലോകത്ത് കഴിഞ്ഞു. റെഡി പറഞ്ഞാൽ അവരുടെ കൂടെയുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് തപ്പി അവർ സെറ്റിലേക്ക് വരും. പെട്ടെന്ന് ഡയലോഗ് പഠിക്കും. കുറച്ചുകൂടി മലയാളം പഠിക്കാൻ ശാരദാമ്മ മനസ്സ് വച്ചിരുന്നെങ്കിൽ ഒരു പ്രത്യേക ടോണിലുള്ള അവരുടെ ശബ്ദം മലയാളത്തിനും ഉപയോഗിക്കാമായിരുന്നു. മലയാളത്തിൽ മറ്റുള്ളവരാണല്ലോ ശബ്ദം കൊടുക്കുന്നത്. ഡ്രസ് ചേഞ്ചൊക്കെ നമ്മൾ പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മാറി വരും അവർ. അതിലുള്ള ലക്ഷ്മി ഗോപാലസ്വാമി ഒരു ഡ്രസ്സ് മാറാൻ പറഞ്ഞാൽ ഒരു ദിവസമാണ് ഡ്രസ്സ് മാറാൻ. മേക്കപ്പൊക്കെ വാരി ചാണകമൊക്കെ വാരി മുഖത്തടിച്ച് റെഡിയായി വരണമെങ്കിൽ നല്ല സമയം എടുക്കും. ഞാൻ പോയി ഉടക്കിയിട്ടൊക്കെ ഉണ്ട്. മുകളിൽ എൻ്റെ ഉടക്കിടക്കുമ്പോൾ താഴെ ഇരുന്ന് സാറ് നോക്കിക്കൊണ്ടിരിക്കും തമ്പി സാർ. ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കും. നിങ്ങൾ എത്ര മണിക്കൂറായി നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയിട്ട്? ആ പെൺകുട്ടിക്ക് ഒരു കൂസലും ഇല്ല. അണ്ണാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സമയം നീട്ടി കൊണ്ടുപോകും. അങ്ങനെ പോവും. മധുസാറുമായിട്ട് പോലും ആവശ്യത്തിന് മാത്രം വർത്തമാനം പറയുന്ന ആർട്ടിസ്റ്റായിരുന്നു ശാരദാമ്മ. അവർക്ക് കൊടുത്ത മുറിയിൽ അവർ ഒതുങ്ങിക്കൂടി. കൂടെ വരുന്ന 2 ആളും ആരുമായും ബന്ധമില്ല, അവർക്കും ബന്ധമില്ല, അവരും ആരോടും സംസാരിക്കില്ല. പഴയകാല മാമൂലനുസരിച്ച് അഡ്വാൻസ് കഴിഞ്ഞാൽ ബാക്കി തുകയുടെ കുറച്ച് പണം, ഇപ്പോൾ 5 ലക്ഷം പറഞ്ഞിട്ട് 1 ലക്ഷം അഡ്വാൻസ് കൊടുത്താൽ അടുത്ത 4 ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഷൂട്ടിംഗ് പകുതി ആകുമ്പോഴെങ്കിലും നമ്മൾ കൊടുക്കണം. അതാണ് ഒരു ശീലം. സാറിൻ്റെ കയ്യിൽ നിന്ന് സെറ്റിലാണെങ്കിൽ കാശിനൊരു പഞ്ചുമില്ല. കാരണം സാറിൻ്റെ കയ്യിൽ കാശുണ്ട്. അവർ കുറച്ച് കാശ് വേണം എന്ന് പറഞ്ഞു. ശാരദാമ്മ കുറച്ച് കാശ് വേണം എന്ന് പറഞ്ഞു. അവരോട് ഞാൻ വാങ്ങിച്ച ഡേറ്റ്സ് നിങ്ങൾ ചാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ വേണ്ടല്ലോ, അവർ 40 ദിവസം എന്താ വാങ്ങിച്ചു, പാട്ടും പാടി 20 ദിവസം കൊണ്ട് തീരും അവരുടെ വർക്ക്. അപ്പോൾ എൻ്റെ തമ്പി സാർ പറയാ, ഞാൻ വാങ്ങിച്ച ഡേറ്റൊന്നും ഈ പടത്തിൽ വേണ്ടല്ലോ, നിങ്ങളിപ്പോൾ ചാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പകുതിയല്ലേ വേണ്ടി. അവരോട് അതിനനുസരിച്ച് പ്രതിഫലം കുറയ്ക്കാൻ പറയണം നിങ്ങൾ. ഞാൻ പറയണമെന്ന് ഇല്ല ശാരദാമ്മ, കുറച്ച് പൈസ കുറയ്ക്കണോ? ഭർത്താവില്ല, കുട്ടികളില്ല, പ്രാരാബ്ദങ്ങളില്ല, ഇവർക്കിനിയും കാശിനോട് ആർത്തി തീർന്നില്ലേ? എന്നോട് ചോദിക്കുകയാണ്. അവരോടുള്ള ദേഷ്യം മുഴുവൻ എന്നോടാണ് തീർക്കണേ.
ഭർത്താവില്ല, കുട്ടികളില്ല, പ്രാരാബ്ദങ്ങളില്ല. ഇവർക്ക് ഇനിയും കാശിനോടുള്ള ആർത്തി തീർന്നില്ലേ? ആർക്കാ സാർ കാശിനോടുള്ള ആർത്തി തീരുന്നത്? ഇന്ത്യ വാങ്ങാൻ കാശുള്ള അംബാനിക്ക് കാശിനോട് ആർത്തിയില്ലേ? ലിറ്ററിന് ഒരു 2 പൈസ പെട്രോളിന് കൂട്ടിക്കിട്ടിയാൽ അംബാനി അതിനുവേണ്ടി എന്തിനാ സാറേ മുറവിളി കൂട്ടുന്നത്? ലിറ്ററിന് 2 പൈസ കൂട്ടിയാൽ ഒരു ദിവസം ചിലപ്പോൾ അംബാനിക്ക് എത്ര കോടി രൂപയായിരിക്കും കിട്ടുന്നത്? അതായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് വന്ന് കയറും. കാരണം 2 പൈസ ലിറ്ററിന് കൂട്ടിയാൽ മതി. ഇവർക്ക് മിഠായി കമ്പനി ഉണ്ടായിരുന്നു, മാവിൻ തോട്ടം ഉണ്ടായിരുന്നു, സ്വർണ്ണക്കട ഉണ്ടായിരുന്നു. ഇതൊക്കെ സഹോദരൻ്റെ മക്കൾ തിന്ന് തീർക്കാനല്ലേ എന്നായി. കാരണം അവർ സഹോദരൻ്റെ മക്കളുടെ കൂടെയാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ സ്വന്തമായി മിഠായി കട ഉണ്ടായിരുന്നു ശാരദാമ്മയ്ക്ക്, സ്വർണ്ണക്കട ഉണ്ടായിരുന്നു, നല്ല മാവും തോട്ടവും ഉണ്ടായിരുന്നു. തമ്പി സാർ ആകെ കലിപ്പിലാണ്. ഞാൻ എങ്ങനെ അവരോട് കുറയ്ക്കാൻ പറയും? കാരണം സാറൊന്ന് മയത്തിൽ നിന്നിരുന്ന് നമുക്ക് സംസാരിക്കായിരുന്നു. 30 ദിവസം വാങ്ങിയ ലക്ഷ്മി ഗോപാലസ്വാമിയെയും 30 ദിവസം വാങ്ങിയ മാമുക്കോയോടും ഞാൻ ഈ വിഷയം സംസാരിച്ചു. അണ്ണാ 6 ദിവസം വേണ്ട, ഞാനിവിടെ 30 ദിവസം നിൽക്കാമെന്നായി ലക്ഷ്മി ഗോപാലസ്വാമി. അവരെന്താ പറയുക? അണ്ണാ, എല്ലാവരും അണ്ണാന്നേ പറയും. അണ്ണാ 6 ദിവസം വേണ്ട അണ്ണാ, ഞാൻ 30 ദിവസം ഇവിടെ നിൽക്കാം എന്ന് നല്ല രസമുള്ള ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പകുതി തമാശയും പകുതി കാര്യവുമായി അതിന് പറഞ്ഞ മറുപടി അല്പം കുഴപ്പം പിടിച്ചതായിരുന്നു. ഇവിടെ സിനിമ ഷൂട്ടിംഗ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇവിടെ ഇല്ല ലക്ഷ്മി എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഷൂട്ടിംഗ് സിനിമയിൽ മാത്രമേ ഉള്ളൂ. അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ എന്തോ അണ്ണാ എന്ന് വിളിച്ചിട്ട് എൻ്റെ മുതുകത്ത് ലക്ഷ്മി ഗോപാലസ്വാമി ഒരു ഇടി വെച്ച് തന്നു. പറഞ്ഞിരുന്ന പ്രതിഫലത്തിൽ 1,00,000 രൂപ ലക്ഷ്മി ഗോപാലസ്വാമി കുറച്ച് തന്നു. 1,00,000 കുറച്ചോ അണ്ണാ എന്ന് പറഞ്ഞു. മാമുക്കയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ വീട്ടിൽ പോകാമല്ലോ എന്നാണ് മാമുക്ക പറഞ്ഞത്. 30 ദിവസം ഇവിടെ കയറി കിടക്കണ്ടല്ലോ ദിനേശേ, നിങ്ങൾ 6 ദിവസം കൊണ്ട് നമ്മളെ തീർത്ത് വിടുമല്ലോ, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തീർത്ത് വിടുമല്ലോ എന്നായി മാമുക്കോയ. ദിനേശ് പറഞ്ഞാൽ മതി എന്നായിരുന്നു എന്നോട് പറഞ്ഞത്. 60,000 രൂപ മാമുക്കോയ്ക്ക് ബാക്കി കൊടുക്കാനുണ്ട്. അല്ല, 1,00,000 രൂപയിൽ 40,000 രൂപ വാങ്ങിയിരുന്നു, ബാക്കി 60 കൊടുക്കാനുണ്ട്. നീ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. ഞാൻ 20,000 രൂപ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ 60,000 രൂപ മാമുക്കോയ്ക്ക് കിട്ടി. 40,000 രൂപ മാമുക്കോയെ സന്തോഷത്തോടെ ഉപേക്ഷിച്ചു. പക്ഷേ ശാരദാമ്മയോട് പറയാൻ എനിക്കൊരു വൈഷമ്യം. ഇതേപ്പറ്റി തമ്പി സാറ് എൻ്റെ കഥാനായികമാർ എന്ന പുസ്തകത്തിൽ ഒരിക്കലും സത്യമല്ലാത്ത ഒരു കാര്യം എഴുതിയത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ കാര്യം. തമ്പി സാർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനത് വായിച്ചു, ആ പുസ്തകം ഞാൻ വായിച്ചു. വല്ലാത്ത വിഷമമാണ് എനിക്ക് തോന്നിയത്. രാഷ്ട്രീയ നേതാവായി മാറിയതോടെ ശാരദയുടെ സമീപനങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് തമ്പി സാർ ഈ പുസ്തകത്തിൽ പറയുന്നത്. അവർ രാഷ്ട്രീയമായ ഒരു മാറ്റവും എനിക്കവർ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് മുമ്പേ നമ്മൾ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ശാരദാമ്മ തമ്പി സാറിൻ്റെ സിനിമയിലെ നായികയായിട്ടുണ്ട്. അന്നത്തെ പെരുമാറ്റമല്ല ഇന്നെന്ന് പറയാനുള്ള എല്ലാ യോഗ്യതയും തമ്പി സാറിനുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇതുപോലെ മാന്യയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒടുവിൽ ചെയ്ത അമ്മയ്ക്കൊരു താരാട്ട് എന്ന ചിത്രത്തിൽ നായികയായി ശാരദയെ അഭിനയിപ്പിച്ചതിൽ എനിക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നുവെന്നും ഈ ചിത്രത്തിന് തൊട്ടു മുൻപ് ശാരദ കലികാലം എന്നൊരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നുവെന്നും കലികാലം എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിച്ചത് തനിക്കറിയില്ലായിരുന്നുവെന്നും ആ ചിത്രം സാമ്പത്തിക വിജയം നേടിയില്ല എന്നും എൻ്റെ അമ്മയ്ക്കൊരു താരാട്ടും ബോക്സ് ഓഫീസിൽ തകർന്നിരുന്നു എന്നും തമ്പി സാർ ആ പുസ്തകത്തിൽ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയുന്നു. മധുസാറിന് 82 വയസ്സ്, ചിത്രത്തിലെ നായകന്. ശാരദാമ്മയ്ക്ക് 70 വയസ്സ്, സംവിധാനം ചെയ്യുന്ന തമ്പി സാറിന് 75 വയസ്സ്. ഇവരുടെ സിനിമകൾ കാണാൻ ഇപ്പോൾ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർ തയ്യാറാകില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് ഞാൻ തമ്പി സാറിനോട്. 40 വയസ്സ് കഴിഞ്ഞ സംവിധായകർ കുളമ്പ് രോഗം ബാധിച്ച പശുക്കളെ പോലെയാണ്, കശാപ്പിനെ കൊള്ളാവൂ എന്ന് ഒരു ഡേറ്റ് ചോദിക്കാൻ ചെന്ന മോഹൻലാലിനും മമ്മൂട്ടിക്കും സൂപ്പർ ഹിറ്റുകളും സംസ്ഥാന ദേശീയ അവാർഡുകളും നേടിക്കൊടുത്ത ഒരു സംവിധായകനെ പറഞ്ഞ നായകൻ വാഴുന്ന കാലമാണ് മലയാള സിനിമ. 40 വയസ്സ് കഴിഞ്ഞ് ഏത് സംവിധായകനും കശാപ്പിന് കൊടുക്കാനേ കൊള്ളാവൂ എന്ന് പറയില്ല, കുളമ്പ് രോഗം ബാധിച്ച പശുവിനെ എന്ന് പറഞ്ഞതുപോലെയാണ് ആ സംവിധായകരുടെ സ്ഥാനം. അതായത് പ്രിയദർശനെ പോലെ, സിബി മലയിലിനെ പോലെ, കമലിനെ പോലെ, ജയരാജിനെ പോലെ അവരെല്ലാം കശാപ്പിനെ കൊള്ളാവൂ എന്നാണ് ഒരു നായകൻ മൊഴിഞ്ഞത്. സൂക്ഷിക്കണമെന്ന്
ചിത്രീകരണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരുള്ള നാടാണ്, സാറ് സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. പടം വീണപ്പോൾ കലികാലം എന്ന ഓടാത്ത സിനിമ ശാരദാമ്മ അഭിനയിച്ചതിനാലാണ് ഈ ചിത്രവും ഓടാത്തത് എന്ന് ന്യായീകരണം ഇത്തിരി കടന്ന കൈയായിപ്പോയി തമ്പിസാറിന് ഇന്ന് ഉണ്ടായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കലികാലം ഓടാത്തതുകൊണ്ടല്ലേ, കലികാലത്തിൽ കയറി അഭിനയിച്ചതുകൊണ്ടാണ് ശാരദാമ്മയുടെ നായികയാക്കിയ ബന്ധുക്കൾ ശത്രുക്കൾ അല്ല അമ്മയ്ക്കൊരു താരാട്ട് ഓടാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഇത്തരം എൻ്റെ തുറന്നു പറച്ചിലുകളാകണം ഞാൻ തമ്പിസാറിൻ്റെ മോശം ലിസ്റ്റിലായത് എന്ന് കരുതി എനിക്ക് തുറന്നു പറയാതിരിക്കാവില്ല. സത്യസന്ധമായി ഞാൻ സംസാരിക്കും. കൂടെ ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. ചിത്രം തുടങ്ങിയപ്പോൾ ശാരദാമ്മ സംബന്ധിച്ച പ്രതിഫലത്തിൻ്റെ ഇരട്ടിയോളം വേണമെന്ന് ചിത്രം പൂർത്തിയാക്കിയപ്പോൾ അവർ ആവശ്യപ്പെട്ടത്രേ. അവരെ വിശ്വസിച്ച് എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ട് ഇല്ലായിരുന്നുവെന്നും നേരത്തെ താൻ പറഞ്ഞ തുക ഇതാണെന്ന് അവർ കള്ളം പറയാനും മടിച്ചില്ല എന്നും തമ്പിസാർ പറയും. അവരോടൊപ്പം നിന്ന പ്രൊഡക്ഷൻ മാനേജരെ, മഹേഷ് കവടിയാർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ മാനേജറായിരുന്നു തമ്പിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ചിത്രം പൂർത്തിയാകും മുമ്പ് ഫിഫ്ക നിർദ്ദേശിക്കുന്ന 2.5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഒഴിവാക്കിയിരുന്നു. ഒഴിവാക്കി എന്നല്ല, പുറത്താക്കിയെന്നും തമ്പിസാർ പറയുന്നു ആ പുസ്തകത്തിൽ. 33-ാം വയസ്സിൽ നിർമ്മാണ കമ്പനി തുടങ്ങിയ ആളാണ് താനെന്നും നിർമ്മാതാവ് സംവിധായകനായിട്ടും 48 വർഷം കഴിഞ്ഞിരിക്കുന്നുവെന്നും ഒരു കന്നഡ സിനിമ ഉൾപ്പെടെ താൻ 26 സിനിമകൾ നിർമ്മിച്ചുവെന്നും ശാരദയിൽ നിന്നും എനിക്കുണ്ടായ ഈ അനുഭവം മറ്റൊരു നടനിൽ നിന്നോ നടിയിൽ നിന്നോ ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നും പഴയ ശാരദ ഇന്നില്ല എന്നും കണ്ണുകൾക്ക് ഭാഗ്യമായി കാഴ്ച നഷ്ടപ്പെട്ട അവർക്ക് സിനിമയിൽ ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്നും രാഷ്ട്രീയ പിത്തലാട്ടങ്ങളിൽ പതിക്കുന്നതിന് മുമ്പ് അവർ മലയാളത്തിൽ ചെയ്ത നല്ല വേഷങ്ങൾ നമ്മൾ എന്നും ഓർക്കുമെന്നും അവർ ഏത് കഥാപാത്രത്തെയും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള അഭിനേത്രി തന്നെയാണ്, അതിൽ സംശയമില്ല എന്നും തമ്പിസാർ പറയും. ഇതൊന്നും അവർക്ക് ചേരില്ല എന്നാണ് എനിക്ക് തമ്പിസാറിനോട് പറയാനുള്ളത്. അവർ അഭിനയത്തിനും സിനിമയിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്കും കൂടി 6.5 ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നെനിക്കറിയാം. അതിലാണ് ഉറപ്പിച്ചത്. അത് 13 ലക്ഷം ചോദിച്ചോ പിന്നീട് എന്നെനിക്കറിയില്ല. അവർ ചോദിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ പരിചയപ്പെട്ട ശാരദാമ്മ അത്ര ബോറത്തിയല്ല. അവരുടെ കാഴ്ച പരിമിതി മാത്രമല്ല, ശാരീരിക ബുദ്ധിമുട്ടുകളും അവർ ഒളിപ്പിച്ചു വച്ച് ചാടിപ്പിടിച്ച സിനിമയുമല്ല അമ്മയ്ക്കൊരു താരാട്ട്. തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഞാനും എൻ്റെ ശിഷ്യരും 2 മുറികളിലായി മസ്കറ്റ് ഹോട്ടലിൽ താമസിക്കൂ എന്നവർ പറഞ്ഞാൽ എടുത്തു കൊടുത്തേ പറ്റൂ. ഒരു ദിവസത്തേക്ക് 2 മുറിക്ക് ചുരുങ്ങിയത് 10,000 രൂപയാകാം വാടക. 30 ദിവസത്തേക്ക് 3 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് ചിലവ് വരാം. പക്ഷെ ഒരു മുറിക്ക് തന്നെ മസ്കറ്റ് ഹോട്ടലിലാകുമ്പോൾ ചിലപ്പോൾ 10-15,000 രൂപ വരാം. അപ്പോൾ 2 റൂം എടുക്കുകയാണെങ്കിൽ 30,000 രൂപ പോകും. അപ്പോൾ 30 ദിവസത്തേക്ക് എത്ര എന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അവരത് ചെയ്തില്ല. ഇവിടെ വഴിയെ പോകുന്ന പീക്കറികൾ ഒരു ദിവസം 2-3 ലക്ഷം വാങ്ങുന്നവരാണ്. അവരിൽ പലരും നായകന്മാരായിരുന്നപ്പോൾ മാക്സിമം അവർ നായകനായിട്ട് വാങ്ങിയിരുന്നത് 75,000 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ വാങ്ങിക്കുന്നത് ഒരു ദിവസത്തേക്ക് 3 ലക്ഷം രൂപയാണ്. 3 ഊർവശി അവാർഡ് നേടിയ ശാരദാമ്മ എനിക്ക് ദിവസം തമ്പി 50,000 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞാൽ തൊഴുതുകൊണ്ട് കൊടുക്കേണ്ടി വന്നെ. കാരണം തമ്പി സാറിന് ശാരദാമ്മയെ ഈ പടത്തിൽ അഭിനയിക്കണമെന്ന് ഉറപ്പാണ്. അവർ പറയുകയാണ്, എനിക്ക് ദിവസം ഒരു 50,000 രൂപ വെച്ച് തരും തമ്പി, 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ 50,000 രൂപ വെച്ച് കൊടുക്കേണ്ടി തന്നെ വരും. അങ്ങനെ ആയാൽ പോലും 30 ദിവസത്തേക്ക് 15 ലക്ഷം രൂപയായി. പക്ഷേ അവർ 6.5 ലക്ഷം രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അവരും 2 എർത്തുകളും കൂടി 3 നേരം മസ്കറ്റ് ഹോട്ടലിൽ വെട്ടി വിഴുങ്ങിയിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് ദിവസം 5,000 രൂപ ഫുഡിനാവും ഒരു ദിവസത്തേക്ക്. അപ്പോൾ അതും വരും ഒരു 1-1.5 ലക്ഷം രൂപ. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞെന്ന് കരുതി ഞാൻ അവരോടൊപ്പം നിന്നു എന്ന് ആരും കരുതരുത്. ഈ സിനിമയിൽ അഭിനയിച്ച ഒരു നടനെപ്പറ്റി തമ്പി സാർ എങ്ങും പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. ശാരദാമ്മയെക്കുറിച്ച് പറയുന്ന തമ്പി സാർ ഇതിൽ അഭിനയിച്ച ഒരു നടനെപ്പറ്റി പറയുന്നില്ല. അമ്മയ്ക്കൊരു താരാട്ടെടുക്കുമ്പോൾ ഈ പറയുന്ന നടന് നല്ല മാർക്കറ്റ് വാല്യൂവിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഈ ചിത്രത്തിലേക്ക് അയാളെ വിളിച്ചു. തിരക്കോട് തിരക്കാണ്, എന്നാലും ദിവസവും 1/2 കാൾ ഷീറ്റൊക്കെയാണ് കക്ഷി തമ്പി സാറിൻ്റെ സെറ്റിൽ അഭിനയിച്ചത്. ഞാനതിൽ അസോസിയേറ്റ് ആയതുകൊണ്ട് എനിക്കറിയാമല്ലോ. പക്ഷേ
തമ്പി സാർ നിങ്ങൾക്ക് എത്ര രൂപ തരണമെന്ന് ചോദിക്കുകയോ എനിക്ക് ഇത്ര രൂപ തരണമെന്ന് അയാൾ പറയുകയോ ചെയ്തില്ല. അതോടെ തമ്പി സാറ് മാനസപുത്രനായി അയാളെ ദത്തെടുത്തു. അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏത് സെറ്റിൽ നിന്നും തോന്നുന്ന സമയത്ത് വന്നാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി. തമ്പി സാറിന് അത് വളരെ സന്തോഷമായിരുന്നു. വന്നല്ലോ, അത്രയും ഫ്രീഡം അവന് കൊടുത്തിരുന്നു. എന്തുകൊണ്ടോ തമ്പി സാറിന് അയാളെ ഇഷ്ട പിടിച്ചു. പെട്ടെന്ന് ആരും പിടിക്കാത്ത ആളാണ്. അയാളുടെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ അടുത്ത പടത്തിലെ നായകൻ ഇതിയാനാണ് എന്ന് എന്നോട് തന്നെ തമ്പി സാർ ഒന്നിലധികം പ്രാവശ്യം പ്രഖ്യാപിച്ചു. ദിനേശ്, എൻ്റെ അടുത്ത പടത്തിൽ നായകൻ ഇദ്ദേഹമാണ്. അപ്പോൾ അവൻ നിന്നൊരു വളിച്ച ചിരിയിരിക്കും. സാറിന് സന്തോഷം. നടനാണെങ്കിൽ തമ്പി സാറിൻ്റെ മുന്നിൽ ഭയങ്കര ഭയഭക്തി ബഹുമാനം കാണിക്കുന്നു. കൃത്രിമമായിട്ടാണ്. എത്ര മതിൽ ചാടി കടന്നവനാ ഈ ഉദയനൻ എന്ന ഭാവത്തിലായിരുന്നു ആ നടൻ്റെ പെരുമാറ്റം. കള്ളത്തരങ്ങളാണ് മൊത്തം. നടൻ ശ്രീനിവാസൻ പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, ദിനേശേ, കൃത്രിമ ബഹുമാനം കാണിക്കുന്നവരെ വിശ്വസിക്കരുത്. അത്തരക്കാരെയാണ് തമ്പി സാറിന് ഇഷ്ടമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും. അതുകൊണ്ടാണല്ലോ എന്നെ തെറി വിളിച്ചത്. അയാൾക്ക് തോന്നുന്ന കിട്ടുന്ന സമയത്തൊക്കെ വന്ന് അഭിനയിച്ചു. സാറിന് ഇൻസ്റ്റാൾമെൻറ്റായി അപ്പോഴപ്പോഴായിട്ട് തൊഴലും കൊടുക്കും. അങ്ങനെ സിനിമ തീർത്തു വല്ലതിന് സാറിനെ കാണുമ്പോൾ ഒക്കെ തൊഴും. ഈ കൃത്രിമ വിനയം കാണിക്കുന്നവൻ കള്ളന്മാരായിരിക്കുന്നു ശ്രീനിവാസൻ പറഞ്ഞ ചുമ്മാ അല്ല. സിനിമ തീർന്നു, എഡിറ്റിംഗ് കഴിഞ്ഞു, ഡബ്ബിങ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് തിരുവല്ലത്ത്. ഏതാണ്ട് എല്ലാവരും വന്ന് ഡബ്ബ് ചെയ്തു പോയി. ഈ നടൻ മാത്രം മിച്ചമായി. ഒരാളുടെ ശബ്ദം ഇനി എടുക്കാവുള്ളൂ, അത് ഈ നടൻ്റെയാണ്. എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ രസകരമായിരുന്നു. എക്സിക്യൂട്ടീവ് ഇല്ല, പ്രൊഡക്ഷൻ മാനേജർമാരില്ല, പ്രൊഡക്ഷൻ ബോയ്സ്, ആഹാരമൊക്കെ തരാനുള്ള പ്രൊഡക്ഷൻ ബോയ്സ് ഇല്ല, അങ്ങനെ ആരുമില്ല. സംവിധാന സഹായികൾ പോലും ഇല്ല. 3-4 സംവിധാന സഹായികളുണ്ടായിരുന്നു, ഞാൻ വെച്ച ഒരാളടക്കം. അവരാരുമില്ല. കാരണം അവരെയൊക്കെ സാറ് പറഞ്ഞു പൊയ്ക്കോളാൻ, വരണ്ടാന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് തീർന്നപ്പോൾ തന്നെ അവരെ പിരിച്ചു വിട്ടു. എല്ലാം ഈ പണികളെല്ലാം ചെയ്യണം ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കതിലൊരു ചമ്മലോ വിഷമോ തോന്നിയതേയില്ല. ക്യാൻറ്റീനിൽ പോയി ചായ വാങ്ങലും ചായ ഒഴിച്ചു കൊടുക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്തു. എനിക്കത് സന്തോഷം. തമ്പി സാറിൻ്റെ പടമല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷപൂർവ്വമാണ് ചെയ്തത്. തിരുവനന്തപുരത്ത് ഡബ്ബിങ് തീർന്നു. ഈ പറഞ്ഞ നടനെ മാത്രം ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെ പല പ്രാവശ്യം വിളിച്ചുമ്പോൾ ഒരിക്കൽ കിട്ടി. അയാളോട് കാര്യം പറഞ്ഞു, ഇവിടെ എല്ലാവരുടെയും ഡബ്ബിങ് കഴിഞ്ഞു, നിങ്ങൾക്കെന്ന് വരാം എന്ന് ചോദിച്ചു. എനിക്ക് ഉടനെയൊന്നും ചിത്രാഞ്ജലിയിൽ വന്ന് ശബ്ദം തരാൻ കഴിയില്ല. എറണാകുളത്ത് ചിത്രാഞ്ജലിയിൽ കൊണ്ടുവരൂ, ഞാൻ ഡബ്ബ് ചെയ്ത് തരാം എന്നായി അയാൾ. തമ്പി സാറിന് അതിലും ഒരു എതിർപ്പുമില്ല. ഞാനിവിടെ വയ്ക്കുള്ളൂ. ആ ലാലു ലക്സിനോട് കാറ് ഞാൻ പറയുന്ന ഹോട്ടലിൽ ഇടണമെന്ന് പറഞ്ഞ പോലെ സാർ വാശി പിടിക്കുന്നില്ല. ചിത്രാഞ്ജലിയിലെ തിരുവല്ല സ്റ്റുഡിയോയിലെ ഞാൻ ഡബ്ബ് ചെയ്യുള്ളൂ, ഇയാൾ ഇവിടെ വരണം എന്നൊന്നും സാറ് പറഞ്ഞില്ല. സാറിന് തർക്കമില്ല. എറണാകുളമെങ്കിൽ എറണാകുളം, ദിനേശ് പോയി ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അയാളുടെ ഡബ്ബിങ് ദിനേശ് അറ്റൻഡ് ചെയ്താൽ മതി, ഞാൻ വരുന്നില്ല. ഒരു കാർ എടുത്ത് പൊയ്ക്കോളൂ. ഡബ്ബിങ് കഴിയുമ്പോൾ അയാൾക്ക് സെറ്റിൽ ചെയ്യേണ്ടത് സാർ എന്ന് ഞാൻ ചോദിച്ചു. ഒരു വിടല ചെരിയായിരുന്നു സാർ ചിരിച്ചത്. അയാൾ നല്ല പയ്യനാണ് ദിനേശേ, പ്രതിഫലം പറയാതെയാ എൻ്റെ പടത്തിൽ അയാൾ അഭിനയിച്ചത്. ഞാൻ ന്യായമായ പ്രതിഫലം നൽകും എന്ന് അയാൾക്കറിയാം. ദിനേശ് പോയി ഡബ്ബ് ചെയ്തിട്ട് വരൂ, ബാക്കിയൊന്നും ദിനേശ് അറിയണ്ട എന്ന് സാറ് പറഞ്ഞു. ഞാൻ കൂടും കുടുക്കിയൊക്കെ എടുത്തോണ്ട് കൊച്ചിക്ക് പോയി ഒരു കാറിൽ. അവിടെ ഒരു മുറി എടുത്തു, എനിക്കും ഡ്രൈവർക്കും കൂടി. ഇതൊക്കെ അണ്ടർലൈൻഡ് കേൾക്കണം. ഞാനൊരു റൂം എടുത്തത് എനിക്കും എൻ്റെ കൂടെ വന്ന ഡ്രൈവർക്കും ചേർത്താണ്. വേണമെങ്കിൽ എനിക്ക് 2 മുറികൾ എടുക്കാം. ഞാൻ ഡ്രൈവറെ കൂടെ കിടക്കില്ല. അയാൾക്കൊരു വേറൊരു റൂം എടുത്തു, നോൺ AC എടുത്തു കൊടുത്തിട്ട് ഞാൻ ഈ AC റൂമിൽ ഒറ്റയ്ക്ക് കിടന്നാൽ പോരെ. ഞാൻ പക്ഷെ അത് ചെയ്തില്ല. സാറിൻ്റെ കൊച്ചു പടമല്ലേ, ഇതൊന്നും സാറിന് അറിയാമോന്ന് പോലും എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് ഞാൻ സാറിനെ വിളിച്ചു. സാർ റിങ് ഉണ്ട് സാർ, പക്ഷേ അയാൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. പിറ്റേന്ന് വിവരം തമ്പി സാറിനെ വീണ്ടും അറിയിച്ചു. സാർ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. തമ്പി സാർ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ 2ാം ദിവസവും കടന്നുപോയി. ഞാനാണെങ്കിൽ ഇവനെപ്പോൾ വരും എന്നുള്ളതുകൊണ്ട് ഒരു സിനിമ പോലും കാണാൻ പറ്റാതെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴായിരിക്കും അവൻ വരുന്നത്. അതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ ഫോൺ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങും പോകാതെ റൂമിൽ തന്നെ ആഹാരം കഴിച്ച് കിടന്നു. 3ാം ദിവസം ഞാനൊരു മെസ്സേജ് അയച്ചു. 3 ദിവസമാകുന്നു തൻ്റെ ഡബ്ബിങ്ങിനായി ഞാൻ കൊച്ചിയിൽ വന്നിട്ട്. എന്താണ് തീരുമാനം? ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങട്ടെ, ഇതായിരുന്നു മെസ്സേജ്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചു. എപ്പോൾ വേണമെങ്കിലും ഡബ്ബ് ചെയ്യാം, ആദ്യം കുറച്ച് കാശ് എൻ്റെ അക്കൗണ്ടിലിടാൻ പറയൂ. ഏത്? തമ്പി സാർ മാനസപുത്രനായി എന്നോട് റേറ്റ് ചോദിച്ചിട്ടില്ല, ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മഹാൻ എന്നെ വിളിച്ചിട്ട് പറയാണ്,
ഞാൻ എപ്പോഴെങ്കിലും വന്ന് ഡബ് ചെയ്യാം. ആദ്യം കുറച്ച് കാശ് എൻ്റെ അക്കൗണ്ടിൽ ഇടാൻ പറയും. ഞാൻ വിവരം തമ്പി സാറിനെ അറിയിച്ചു. ഇങ്ങനെ പെട്ടെന്ന് ഇത്ര ലക്ഷം ഇടാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നായി തമ്പി സാർ. അങ്ങനെ കയറി പെട്ടെന്ന് കയറി ലക്ഷങ്ങൾ ഇടാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യും എന്നായി സാർ. കാശിടാതെ അയാൾ വരില്ല സാർ എന്ന് ഞാൻ മറുപടി കൊടുത്തു. എന്നോട് അങ്ങനെ അല്ലല്ലോ അയാൾ പെരുമാറിയത്. പെട്ടെന്ന് സ്വഭാവം മാറിയോ? അയാളോട് എത്രയാണ് ശമ്പളം, എത്ര ഇപ്പോൾ ബാങ്കിൽ ഇടണമെന്ന് നിങ്ങളൊന്ന് തിരക്കൂ എന്ന് സാർ എന്നോട് പറഞ്ഞു. ഞാൻ തിരക്കി. തൽക്കാലം ഒരു 2 ലക്ഷം രൂപ ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിലിടും, ഞാൻ വരാം എന്ന് എനിക്ക് മെസ്സേജ് വന്നു. ഞാനത് സാറിന് പാസ് ചെയ്തു. 2 ലക്ഷം തൽക്കാലത്തേക്ക് ഇടാൻ പറഞ്ഞതിൽ സാറ് ശരിക്കും ഞെട്ടി. അപ്പോൾ അയാളുടെ ശമ്പളം എത്ര? സാറ് ശമ്പളം പറയാതാണ് വെച്ചേക്കണേ. 2 ലക്ഷം രൂപ ഇടായി, ബാക്കി പിന്നെ തരാം, തന്നാലും മതി. സാറല്ലേ പറഞ്ഞത് അയാൾ സാറിനോട് പ്രതിഫലം പറയില്ല. അങ്ങനെയായി ഞാൻ. 5-ാം ദിവസം സാർ കാശിട്ടു. അയാൾ വന്നു. കൂടെ ഒരു എർത്തും ഏതോ ഒരു ഉണക്കപ്പടം സംവിധാനം ചെയ്തൊരുത്തനാണ്. അവൻ്റെ പേരും മറന്നു, അവൻ്റെ പടത്തിൻ്റെ പേരും ഞാൻ പറഞ്ഞു. ഓടാത്തൊരു പട, ഒരു പൊട്ട ചെറുക്കൻ, മിമിക്രിക്കാരനാണെന്നാണ് എനിക്ക് സംശയം. അതോ ടി വിയിലൊക്കെ എന്തോ പ്രോഗ്രാമിൽ വന്ന ഒരുത്തനാണ്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു ബോറൻ, ഒരു പ്രാന്തനായിട്ടൊക്കെ തോന്നി. രണ്ടും അടിക്കുകയോ വലിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രണ്ടെണ്ണവും എന്തൊക്കെയോ പറഞ്ഞ് തമ്മിൽ പൊട്ടിച്ചിരിക്കുന്നു. റെക്കോർഡ്സും ഞാനും ഒക്കെ ഇരിക്കുകയാണ്. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യില്ല. ഇവരെന്തൊക്കെ പറയുന്നു, കാതിലെന്തോ രഹസ്യമായിട്ട് പറയും, പൊട്ടിച്ചിരിക്കും. ഇനി എന്നെ ഊതിയതാണോ, ഈ പടത്തെ ഊതിയതാണോ, തമ്പി സാറിനെ ഊതിയതാണോ ഒന്നും എനിക്കറിയില്ല. രണ്ടെണ്ണം കൂടെ കൺസോളിലിരുന്ന് ഭയങ്കര പൊട്ടിച്ചിരി. എന്നിട്ട് ഈ പറഞ്ഞ നടൻ ഡബ്ബിങ് തിയേറ്ററിനകത്തേക്ക് കയറി. അപ്പോഴും നടൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൺസോളിൽ ഇരിക്കുന്ന പൊട്ടനും അങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ആരുടെയും ചോദിക്കാതെ ഒരു കസേര കയറി അവൻ്റെ അച്ഛൻ്റെ അതുപോലെ കയറി അങ്ങ് ഇരിക്കുകയാണ്. എൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ അതൊന്ന് ഡബ്ബിങ് നടക്കില്ലായിരുന്നു. ഇറങ്ങണ മറ്റവനെന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കി വിടൂല്ലേ. ഞാൻ വിടാതിരുന്നു. ഡബ്ബിങ് തുടങ്ങി. ചിരിയും ഈ പൊട്ടൻ്റെ കമൻറ്റും ഡയറക്ഷനും. ഇവൻ ഇവിടെ ഇരുന്നുകൊണ്ട് കൺസോളിൽ ഇരുന്നുകൊണ്ട് സാർ ഇവിടെയാണ്. ഇവന് ഈ നടനോടെ അതിന് കമൻറ്റും പറയും, ചിരിക്കുകയും ചെയ്യും. ഞാൻ ഇറങ്ങി പതുക്കെ പുറത്തു വന്നു. എൻ്റെ സമയം മോശമാണല്ലോ, അരഞ്ഞാണം പാമ്പാവുന്ന സമയമാണ്. ഞാൻ കാരണം ഈ പടത്തിൻ്റെ ഡബ്ബി മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ ഇറങ്ങി പുറത്തു പോയി. ഫോണിൽ എന്തോ കുത്തി കളിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം എന്നെ കാണാതായപ്പോൾ ഈ നടൻ പുറത്തു വന്നു. ഞാനിരുന്ന് ഫോണിൽ കളിക്കുകയാണ്. ഇവിടെ ഇരിക്കുകയാണ് അണ്ണാ, നമുക്കെടുക്കാം എന്ന് പറഞ്ഞു. ആദ്യം നിൻ്റെ കൂടെ വന്ന ആ പൊട്ടനെ കൺസോളിൽ നിന്ന് ഇറക്കി വിട്, അപ്പം ഞാൻ വരാം എന്നായി എൻ്റെ മറുപടി. ആ പൊട്ടനെ ഇറക്കി വിടും, അത് കഴിഞ്ഞ് ഞാൻ വരാം. ഞാൻ ഒന്ന് കടുപ്പിച്ചു കേസ്. നടൻ വിഷമവൃത്തത്തിലായി. അണ്ണാ വന്നേ എന്ന് പറഞ്ഞ് എന്നെ കയറി ഭയങ്കര സ്നേഹിച്ച് പിടിച്ച്, നമുക്കെടുത്ത് തീർക്കാന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ധൃതിയൊന്നുമില്ല. 5 ദിവസം വെറുതെ തിന്നും ഉറങ്ങി കിടന്നതല്ലേ, ഇനി വേണമെങ്കിലും നിനക്ക് വേണ്ടി ഒരു 10 ദിവസം ഞാൻ കിടക്കാം, ഞാൻ വരില്ല. ഞാൻ സാറിനെ വിളിച്ച് പറയാം, അദ്ദേഹം വന്നെടുക്കട്ടെ. അപ്പോൾ അവന് മനസ്സിലായി ഞാൻ തിരിയുകയാണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ തമ്പി സാറിനെ വിളിച്ച് പറയാം, അദ്ദേഹം എറണാകുളത്ത് വന്ന് നിൻ്റെ ഡബ്ബി ചെയ്യട്ടെ. ഞാനിരിക്കില്ല കൺസോളിൽ. നിന്നെ ഒരു അലവലാതെ ചെറുക്കനെ കൊണ്ടുവന്ന് കൺസോളിൽ എൻ്റെ കൂടെ ഇരുത്തിയാൽ അവൻ്റെ അച്ഛനെ വഹിക്കില്ല ഞാൻ, പിന്നെ അല്ലേ എന്നും പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ ശരിക്കങ്ങ് പറഞ്ഞു. പതുക്കെ, അണ്ണാ ചതിക്കല്ലേ എന്നായി അവൻ. അയ്യോ അണ്ണാ ചതിക്കല്ലേ, ഞാൻ അവനെ പാക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവൻ അകത്ത് പോയി. അവൻ്റെ എന്തോ കള്ളം പറഞ്ഞു, അവനെ ഇറക്കി വിട്ടു. അവൻ പോയി, വണ്ടി എടുത്ത് പോയി. അങ്ങനെ ഡബ്ബിങ് തീർത്തു. ഇനി എങ്ങനെയാണ് ആ കണക്ക് എന്ന് എന്നോട് ചോദിച്ചു. ഞാനല്ലല്ലോ നിന്നെ വച്ചത്, വച്ച ആളോട് തിരക്ക് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്കൊരു താരാട്ട് ഡബ്ബിങ് പൂർത്തിയാക്കി. തിയേറ്ററിൽ എത്തും വരെയുള്ള രസകരമായ കഥകൾ ഇനിയുമുണ്ട് പറയാൻ. അത് പിന്നൊരിക്കൽ പറയാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ വേണമെങ്കിൽ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറയാം. പടം തീർന്നു, ശാരദാമ്മയുടെ സീൻ മൊത്തം തീർന്നു. ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ അവർ പോവുകയാണ്. അപ്പോൾ ശാരദാമ്മയുടെ ഒരു സ്ത്രീ വന്ന് എന്നെ പറഞ്ഞു, അമ്മ കൂപ്പിടറേ, അമ്മ വിളിക്കുന്നു. ഞാൻ ശാരദാമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു സഞ്ചി എടുത്ത് എനിക്ക് നീട്ടി. ഞങ്ങൾക്ക് എന്തേ ഇരിക്കട്ടെ, എന്തായാലും അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നോട് മാന്യമായി പെരുമാറി, എൻ്റെ ഒരു സന്തോഷത്തിന്. ഞാൻ ആ സഞ്ചി വാങ്ങിച്ച് കോസ്റ്റ്യൂംസൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ച് എന്താണെന്ന് നോക്കിയില്ല. ശാരദാമ്മയൊക്കെ പോയി വൈകുന്നേരം ടിഫിന് വേണ്ടിയുള്ള ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ആ സഞ്ചി എടുത്ത് നോക്കിയപ്പോൾ 3500 രൂപ എന്തോ വിലയുള്ള ഒരു വൈൻ കുപ്പിയാണ്. വൈൻ
വൈൻ പോയിട്ട് നാരങ്ങ വെള്ളം പോലും കുടിക്കാത്ത എനിക്കെന്തിനാണെന്ന് 3500 രൂപ അതിലെഴുതിയിരിക്കുന്നു. ടാക്സ് അടക്കമാണെന്ന് തോന്നുന്നു. വലിയ കുപ്പി ഇത്രയുള്ള. ഞാൻ ആ വൈൻ കുപ്പി അവിടെ വെച്ച് തന്നെ ഒരാളിന് ഫ്രീ ആയിട്ട് കൈമാറി. ആളെ പറയുന്നില്ല. ശാരദാമ്മ എനിക്ക് തന്ന ഗിഫ്റ്റ് അതായിരുന്നു, ഒരു വൈൻ കുപ്പി. പ്രിയപ്പെട്ട ശാരദാമ്മയെ ഞാൻ മറക്കില്ല. എന്നോട് അത്രയും മാന്യമായി പെരുമാറിയ ജെൻറ്റിൽ വുമൺ എന്ന് പറയുന്നത് ശരിയല്ല, മാന്യയായ അമ്മയായിരുന്നു ശാരദാമ്മ. അവരുടെ ആരോഗ്യസ്ഥിതിയുടെ പരിമിതി വെച്ചുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും തമ്പി സാറിനെ സ്നേഹിച്ച് വിശ്വസിച്ച് വന്നതാണ്. പക്ഷേ അദ്ദേഹം എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട നായികമാർ എന്നുള്ള പുസ്തകത്തിൽ അവർ ചോദിച്ച പ്രതിഫലത്തിൻ്റെ ഇരട്ടി എന്നിൽ നിന്ന് എഗ്രിമെൻ്റ് വയ്ക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഒരു നല്ല അവശയാണ്. അവർക്ക് ആരോഗ്യവും ആയുസ്സും ഒരുപാട് കാലം ഇനിയും നൽകട്ടെ. മലയാള സിനിമയ്ക്ക് 2 ഉർവശി അവാർഡ് വാങ്ങിത്തന്ന ആദ്യമായിട്ട്, അതുപോലെ തന്നെ തെലുങ്ക് പടത്തിൽ അഭിനയിച്ചതിന് ഒരു അവാർഡ്, അങ്ങനെ 3 ഉർവശി അവാർഡ് വാങ്ങിച്ച ആ നടിയുടെ പെരുമാറ്റം ഇപ്പോഴത്തെ ഒരു നടികളുടെയും കൈവശം ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശാരദാമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വാക്കുകൾ തമ്പി സാറിനെ നോവിച്ചു എന്ന് തോന്നിയാൽ മനഃപൂർവ്വമല്ല സാർ, സാറിനെ വേദനിപ്പിക്കാനൊന്നും ഈ ജന്മം ദിനേശിനെ കിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതിലും കയറി സാറ് പിണങ്ങി എവിടെയെങ്കിലും എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാലും ഞാൻ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.